ഇന്ന് നമുക്കൊരു മന്തി ഉണ്ടാക്കാം. അതിനായി ഞാൻ 1.5 കിലോ കോഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സൗണ്ട് ഡബ്ബിങ്ങിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിലേക്കായി മസാല നമുക്ക് തയ്യാറാക്കാം. മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: ജീരകം, ഏലക്ക, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഡ്രൈ ലെമൺ, കാശ്മീരി മുളക്, കളറിന് വേണ്ടി മഞ്ഞൾ, ചിക്കൻ ക്യൂബ്, മാഗി. ഒന്നര മാഗി ക്യൂബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഉപ്പിന് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. അത് നല്ല ഉപ്പുള്ള സാധനമാണ്. അപ്പോൾ ഉപ്പ് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട് ഇവിടെ. ഇനി ഞങ്ങൾക്ക് ഇതിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അതിൽ പുതിന, മല്ലിയില എല്ലാം കൂടി മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടുന്ന് വേവട്ടെ. ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിന് മറിച്ചും തിരിച്ചു വിട്ട് വേവിപ്പിക്കാം ഞങ്ങൾക്ക്. പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒനിയൻ ഇട്ടു. അതിന് ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റ് ഗോൾഡൻ നിറത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഫ്രൈ ചെയ്യരുത്, അതിൻ്റെ ടേസ്റ്റ് മാറും. അത് ലൈറ്റ് ഫ്രൈ ആയിട്ട് വരികയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് കുറച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അതിലേക്ക് കട്ട് ചെയ്ത ക്യാപ്സിക്കോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ ക്യാപ്സിക്കോ കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ഞങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് സ്വല്പം പുതിന, മല്ലിയില രണ്ടും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്കായി നമുക്ക് 2 കപ്പ് വെള്ളം നമുക്ക് എടുക്കാം. 1.25 കപ്പ് അരിയാണ് ഉള്ളത്. അതിന് 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 മാഗി ക്യൂബും കൂടെ ചേർക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, പെരുജീരകം, ഡ്രൈ ലെമൺ ഇതെല്ലാം കൂടി ഒന്ന് ഞങ്ങൾക്ക് തിളപ്പിച്ച് എടുക്കാം. അതിനെ നല്ലോണം കത്തി മാഗി ക്യൂബ് പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിനൊരു അടപ്പ് വെച്ച് അങ്ങ് മൂടാം. ഇപ്പോൾ നല്ലോണം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നേരത്തെ 1 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തിട്ട അരി ഞങ്ങൾക്ക് ഇതിലേക്ക് ഇടാം. സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനെ ഒരടപ്പ് വെച്ച് അടച്ച് വെക്കാം. ചോറ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അത് ഒരു 75% 80% വേവും. ബാക്കി നമുക്ക് ദം ഇടുമ്പോൾ അതിൻ്റെ അകത്ത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ദം ഇടുന്ന പരിപാടിയിലേക്ക് നീങ്ങാം. ചോറിൻ്റെ മുകളിലേക്ക് ചിക്കൻ എടുത്ത് എല്ലാം റെഡിയാക്കി വെക്കാം. ഇതിൽ നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. ചിക്കൻ്റെ അകത്തുള്ള കളർ മാത്രം. ചിക്കൻ്റെ അകത്തുള്ള കളർ എന്ന് വെച്ചാൽ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കളർ മാത്രമേ റൈസിലുള്ളൂ. അത് നമുക്ക് ആവശ്യമില്ല കളർ. അപ്പോൾ ദം ഇട്ട് ഞങ്ങൾ അടുപ്പിലേക്ക് കയറ്റിയിരിക്കുകയാണ്. 1 മണിക്കൂർ ഇവിടുന്ന് ദമ്മായി വരട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. പതിയെ ദമ്മിളകട്ടെ, ഇളകട്ടെ. പതിയെ അങ്ങോട്ട് പോരട്ടെ. ഇതാ മെല്ലെ നമുക്ക് അടക്കുന്ന. എന്തൊരു സ്മെല്ലാണ്! ദമ്മിട്ടപ്പോൾ മന്തിയുടെ സ്മെല്ല് അതിമനോഹരം. എന്തൊരു രുചിയാണ്! അയ്യോ! അങ്ങനെ പീസുകളെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ചോറിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അപ്പോൾ
ഇനി ഇത് ഒന്ന് കഴിച്ച് അതിൻ്റെ രുചിയെല്ലാം പറയാം. ചോറ് ടച്ചപ്പിന് വേണ്ടിയിട്ട് മയനീസിയും ടൊമാറ്റോ ചട്നിയും സലാഡും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്.